പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എക്സോഡസ് മീഡിയ മിനിസ്ട്രിയിലൂടെ ഈ രാത്രി ഈ ലൈവിൽ സംബന്ധിക്കുന്ന ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ മീഡിയയിൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിപ്പാൻ എനിക്ക് അവസരമൊരുക്കി തന്ന ഈ മീഡിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് വിശേഷാൽ ഞാൻ വന്ദനം അറിയിക്കുന്നു. പലപ്പോഴായി ശുശ്രൂഷിപ്പാൻ കൃപയാൽ എനിക്ക് കർത്താവ് കൃപ നൽകി അനവധി വ്യക്തികൾക്ക് വചനം ആശ്വാസമായി തീർന്നു എന്ന് കേൾക്കുവാനിടയായി. ഇന്ന് രാത്രിയിലും ദൈവവചന ചിന്ത ഒരുമിച്ച് ധ്യാനിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിത്തെ തുറന്നുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനായി ചിന്തയ്ക്ക് ആധാരമായി വായിക്കാൻ ആഗ്രഹിക്കുന്ന കുറിവാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 44-ാമത്തെ തിരുവെഴുത്താണ്. ഇപ്പോൾ നമ്മൾ വായിച്ച് കേൾക്കാം. പ്രാർത്ഥനയോടെ ഈ ലൈവിൽ ഏവരുമായിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്നു തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഒരു നിമിഷം നമുക്ക് കേൾക്കപ്പെട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയരെ, കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം, 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 സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവപാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ഈ ലൈവിലൂടെ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഞങ്ങളെ നിത്യതയിലേക്ക് നടക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ആഴമേറിയ സത്യങ്ങളും മർമ്മങ്ങളും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അനവധി വ്യക്തികളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. വിശുദ്ധ ജീവിതത്തെ തികച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ കർത്താവെ മുന്നേറുവാൻ ഞങ്ങളേവരെയും സഹായിക്കണം. വചനത്തിന് വാതിലുകൾ തുറന്നു നൽകണം. സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം. കേൾവിക്കാരായ എൻ്റെ ജനത്തെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രി നാം ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 44-ാമത്തെ തിരുവെഴുത്താണ്. സ്തോത്രം. ആ ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെ ആഴമേറിയ ദൂത് പരിശുദ്ധാത്മാവിൻ്റെ രാത്രി നമുക്ക് വിളംബരം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒരു പക്ഷേ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ടുണ്ടാകാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്താവിഷയം വയലോ അതോ നിധിയോ, അഥവാ നിലമോ അതോ നിധിയോ, മണ്ണാണോ മാണിക്യമാണോ, ഇഹലോകമോ പരലോകമോ, എന്ത് കണ്ടിട്ടാണ് നാം ഈ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചത്? കർത്താവായ യേശുവിനെ പിൻപറ്റുന്നൊരു ദൈവ പൈതൽ അറിഞ്ഞിരിക്കേണ്ട ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു മാർമിക രഹസ്യം ഈ വചനത്തിലൂടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ പുതിയ നിയമ ഗ്രന്ഥങ്ങളായ 27 പുസ്തകങ്ങളിൽ ആദ്യത്തെ 4 ഗ്രന്ഥങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുത്ഥാനത്തെ വിശദീകരിക്കുന്ന സുവിശേഷങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് 4ആയി തരംതിരിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ക്രിസ്തുയേശുവിനെ വരച്ചു കാണിച്ചിരിക്കുന്നു. അതിൽ മത്തായി സുവിശേഷത്തിൽ നിന്നുമാണ് നമ്മൾ വായിച്ചത്. 13-ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത തന്നെ ഏകദേശം 8 ഉപമകൾ കർത്താവ് വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. 8ഓളം ഉപമകൾ ഈ 13-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തൻ്റെ ജനത്തോട് സംസാരിക്കുന്നു. ഏകദേശം 4 ഉപമകൾ സർവ്വലോക ജനതയോടും, 4 ഉപമകൾ മർമ്മിക രഹസ്യങ്ങളെ തിരിച്ചറിയുവാൻ വരം ലഭിച്ച ശിഷ്യന്മാരോടുമായിട്ടായിരുന്നു. ഇന്ന് രാത്രി 13-ാമത്തെ അധ്യായത്തിലെ 8 ഉപമകളെ വിശദീകരിക്കുവാൻ സമയം പോരാ. എങ്കിലും അതിൻ്റെ 5-ാമത്തെ ഉപമ 1 മുതൽ 1 ധ്യാനിച്ചാൽ വിതക്കാരൻ്റെ ഉപമ, കളകളുടെ ഉപമ, കടുകുമണിയുടെ ഉപമ, പുളിച്ചമാവിൻ്റെ ഉപമ, ഒളിച്ചുവെച്ച നിധിയുടെ ഉപമ, വിലയേറിയ മുത്തിൻ്റെ ഉപമ, വലിച്ചു കയറ്റപ്പെട്ട വലയുടെ ഉപമ, വീട്ടുടയവൻ്റെ ഉപമ, ഇങ്ങനെ തുടങ്ങി 13-ാമത്തെ അധ്യായത്തിൽ 8ഓളം ഉപമകളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിൽ 5-ാമത്തെ ഉപമയായ ഒളിപ്പിച്ചു വച്ച നിധി എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പമായി ധ്യാനിക്കുവാൻ ഞാൻ കർത്താവിൽ
ശരണപ്പെടുന്നത്. ഇന്ന് രാത്രി എന്താണ് ഉപമ എന്ന വാക്കിനെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, സാധാരണക്കാരന് മനസ്സിലാകത്തക്ക രീതിയിൽ ഉദാഹരണങ്ങളിൽ കൂടെ ചില രൂപകൽപ്പനകളെ എടുത്തു പറഞ്ഞുകൊണ്ട് കർത്താവ് മനസ്സിലാക്കുവാൻ വേണ്ടി എളുപ്പത്തിന് ഉപയോഗിച്ച ഉദാഹരണങ്ങളാണ് ഉപമ എന്ന് പറയുന്നത്. അധികം മുഖവുര കൂടാതെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. അനവധി കർത്താവിൻ്റെ ദാസന്മാർ, ബൈബിൾ കോളേജിലെ അധ്യാപകന്മാർ മുതലായ വേദപണ്ഡിതന്മാർ ഈ രാത്രി ലൈവ് കാണുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുമല്ലോ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ എളിയവന് ദൈവം എന്ന പഠനമുറിയിലെ ചില ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ച് പ്രാർത്ഥിക്കാനാണ് ഞാൻ ആശിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൽ വന്നെത്തിയിരിക്കുന്ന നമ്മൾ ആത്മീയ ഗോളം വല്ലാത്തൊരു മായാ വലയത്തിനകത്ത് പെട്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സത്യവചനം കേൾക്കുവാനില്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ വിഷയത്തിൻ്റെ തലക്കെട്ടിതാണ്: നിലമാണോ നിധിയാണോ, മണ്ണാണോ മാണിക്യമാണോ? ഈ വേദഭാഗത്തിൻ്റെ ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം പ്രിയരെ. ഒരു മനുഷ്യൻ സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സാദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ടു, മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങി. ഇന്ന് രാത്രി വയൽ വാങ്ങി. എന്നാൽ വയലല്ലായിരുന്നു ആ മനുഷ്യൻ്റെ ലക്ഷ്യം. ആ വയലിൽ മറഞ്ഞിരുന്ന നിധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിധി കണ്ടിറങ്ങിയവരാണോ, നിധി കുഴിച്ചിടപ്പെട്ട നിലം കണ്ടിറങ്ങിയവരാണോ എന്ന് ചോദിച്ചത്. ഞാൻ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്ന ആഴമേറിയ വചനത്തിൻ്റെ ദൂതുകളെ കർത്താവ് വെളിപ്പെടുത്തട്ടെ. പുറമേയുള്ള ജാതികളോട് കർത്താവ് ഉപമകളായി സംസാരിച്ചുവെങ്കിലും തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, അവരോട് ഉപമകളായി പ്രസ്താവിക്കുന്നത് എന്ത്? കർത്താവ് പറഞ്ഞു, അവർക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയാനുള്ള വരം ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനത്തിൻ്റെ മാർമിക രഹസ്യങ്ങളെ തിരിച്ചറിയുവാൻ കൃപയാൽ നമുക്ക് ഭാഗ്യം തന്നതിനെ ഓർത്ത് ഞാൻ സർവകൃപാലുവായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രി മണികണ്ഠൻ എന്ന ഞാൻ ജോഷുവയായി നിങ്ങളുടെ മുമ്പിൽ വചനം പ്രസംഗിക്കുന്നതിന് പിന്നിലെ കാരണം. ന്യായപ്രമാണം കയ്യിലുണ്ടായിട്ടും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ നസറേയനായ യേശു ദൈവാലയത്തിൽ കടന്നു വന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച് കേൾപ്പിച്ചിട്ട്, ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടിരിക്കിയാൽ ഈ തിരുവചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് തുറന്നു കാണിച്ചപ്പോൾ സാക്ഷാൽ മോശയും പ്രവാചകന്മാരും വരച്ചു കാണിച്ച് ആമേൻ സ്തോത്ര പ്രമാണമായി കൈകൾ നൽകപ്പെട്ട ന്യായപ്രമാണ പുസ്തകം മുഴുവനും കയ്യിലുണ്ടായിട്ടും അതിലെഴുതപ്പെട്ടിരിക്കുന്നവൻ മുമ്പിൽ വന്ന് വെളിപ്പെട്ട് നിന്ന് ഞാൻ തന്നെയാണ് എന്ന് തെളിയിച്ചിട്ട് പോലും അവർ പട്ടണത്തിൻ്റെ പുറകെ കൊണ്ടുപോയി യേശുവിനെ തലകീഴായി തള്ളിയിടാൻ ഭാവിച്ചു എന്ന ദൈവത്തിൻ്റെ വചനം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, ന്യായപ്രമാണം കയ്യിലുണ്ടായിട്ട് പോലും ആ ഭാഗ്യപദവി, ആ സത്യത്തിൻ്റെ വെളിപ്പാട് തിരിച്ചറിയുവാൻ അവർക്ക് കഴിയാതെ പോയപ്പോൾ അന്യരും പരദേശികളും ന്യായപ്രമാണവുമായി യാതൊരു സംബന്ധമില്ലാത്ത എനിക്കും നിങ്ങൾക്ക് കൃപയാൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്ന ഏക സത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കൃപയാൽ കർത്താവ് ഭാഗ്യം തന്നില്ലേ? അതിനായി ഇന്ന് രാത്രി ഹൃദയത്തിൽ സ്തോത്രമർപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം മർമ്മങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് മർമ്മം? മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളാണ്, മറഞ്ഞിരിക്കുന്ന സത്യങ്ങളാണ്. ആ മർമ്മം രക്ഷിക്കപ്പെട്ട ദൈവകൃപ പ്രാപിച്ച് കർത്താവിന് വേണ്ടി വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ലൈവിൽ എന്നെ കാണുന്ന ദൈവമക്കളോടൊരു കാര്യം പറയാം. ആത്മീയ ജീവിതം തന്നെ ഒരു മർമ്മമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ എഴുതിയത്, ആമേൻ സ്തോത്രം, വിശ്വാസം എന്നതൊരു മർമ്മമാണ്, ദൈവഭക്തി എന്നതൊരു മർമ്മമാണ്. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതം ഒരു മർമ്മമാണ് പ്രിയരെ. ആത്മീയ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും അതൊരു മർമ്മമാണ്.
സഭാ ആരാധന ഒരു മർമ്മമാണ്. ആരാധന കൂട്ടായ്മ മർമ്മമാണ്. മറുഭാഷ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഒരു മർമ്മമാണ്. കൈയടിച്ച് ആരാധിക്കുന്നത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് കാര്യമായി അതിനെക്കുറിച്ചുള്ള ആഴമറിയാത്തവർ പരിഹസിക്കുമ്പോഴും നമ്മൾ കൈകളടിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിന് പിന്നിലെ കാരണം എന്താ? അതൊരു മർമ്മമാണ്. വെളിപ്പെട്ട് കിട്ടിയവൻ അത് ചെയ്യും. ഇന്ന് രാത്രി ആത്മീയ ജീവിതം വെറും കോലാഹലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലയളവിൽ ഒരു നഗ്ന സത്യം ഞാൻ വിളിച്ചു പറയാം. ഇത് ഒരു മർമ്മമാണ്. ഈ മർമ്മത്തിന്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയവൻ ഒരിക്കലും ഈ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് പോകത്തില്ല. പക്ഷേ എവിടെയാണ് അബദ്ധം പറ്റിയത്? ഞാൻ വായിച്ച വചനത്തിന്റെ വെളിപ്പാടിൽ തന്നെ പറയാ, നിലമല്ല നമ്മുടെ ലക്ഷ്യം, നിലമല്ല നമ്മുടെ ലക്ഷ്യം. നിലത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു നിധിയുണ്ട്. ആ നിധിയാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് രാത്രി വിശദീകരിക്കട്ടെ, നിലം കണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനം. ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ആമേൻ, സ്വർഗരാജ്യവും വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സാദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ടു. ഒരു മനുഷ്യൻ കണ്ടത് നിലത്തെയല്ല, അവൻ കണ്ടത് നിധിയായിരുന്നു. എന്നിട്ട് ആ നിധി കണ്ടിട്ട് അവൻ തൻ്റെ വഴിക്ക് പോയില്ല. കണ്ട നിധി സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആ നിധി സ്വന്തമാക്കുവാനുള്ള തത്രപ്പാടിൽ അവൻ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിലം സ്വന്തമാക്കി. പക്ഷേ നിലമായിരുന്നില്ല അവൻ്റെ ലക്ഷ്യം. നിലത്തിനകത്ത് മറഞ്ഞിരുന്ന ഗുപ്തമായ ആ നിധി അവൻ കണ്ടെത്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ നയിക്കുമ്പോൾ, വിശ്വാസഗോളത്തിനമായിരിക്കുമ്പോൾ, ആമേ സ്തോത്രം, ഈ ഭൂവിവരപ്പിൽ കാണുന്ന ആമേ സ്തോത്രം ഭൗതികമായ ആമേൻ നിലങ്ങളായിരിക്കരുത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആകത്തുക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടി ആത്മീയ ജീവിതം വിലപേശുന്ന ആമേൻ ദുഷ്ടത നിറഞ്ഞ സ്വയഭോഗികളുടെയും ആമേൻ ഭക്തിയുടെ വേഷം ധരിക്കുന്ന കാപട്യക്കാരുടെയും ആമേൻ നാട്യ കലാകേന്ദ്രങ്ങളായി മാറിയിരിക്കുന്ന വേദികളും ആമേൻ സ്റ്റേജുകളുമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, സാധാരണക്കാരായ ബലഹീന വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ചെന്നായ്ക്കളുടെ കൂട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാനും ഇന്ന് രാത്രി ആമേൻ സ്തോത്രം നിങ്ങളെ ഒരുമിച്ച് ആമേൻ ദൈവവചനത്തിന് മുമ്പാകെ കൊണ്ടുവന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ച് ഭയത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി പറയാൻ ഇടവരട്ടെ, നിലമല്ല കർത്താവേ, നിധിയാണ് ഞങ്ങൾക്ക് ആവശ്യം. മണ്ണല്ല, മാണിക്യമാണ് ആവശ്യം. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ ആ പാട്ടിൽ ഇങ്ങനെ പാടിയത്, മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ആമേൻ സ്തോത്രം മോഹങ്ങൾ, ഇച്ഛകൾ, താല്പര്യ ബോധങ്ങൾ, ഇതെല്ലാം മനുഷ്യനെ ദൈവകൃപയിൽ നിന്ന്, നിത്യതയിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് ആഴത്തിലേക്ക് മനുഷ്യനെ വഴിതെറ്റിച്ചു വിടുമ്പോൾ ഓർക്കുക, ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവൻ നിധി കണ്ടെന്നാണ് പറയുന്നത്. നിധി കണ്ട ശേഷമാ അവനുള്ളതെല്ലാം വിൽക്കാൻ തയ്യാറായത്. എന്നാൽ ഇന്ന് പലരും നിലം കണ്ടിട്ട് സകലതും വിറ്റിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവര് നിലം കൈ എന്ന് പോകുമ്പോൾ സകലതും വിട്ടേച്ച് വീണ്ടും വഴിയാധാരമാകും. ഈ ദൈവത്തിന്റെ നാമത്തെ ദുഷിപ്പിക്കാൻ ഇടയാകരുത് സഹോദര. നീ ഇറങ്ങിയെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രമാണ് നീ ലക്ഷ്യം വയ്ക്കേണ്ടത്. അതാണ് നമ്മുടെ നിധി. പ്രൈസ് ദി ലോർഡ്. എന്താണ് നിധി? ഞാൻ അതിന് ഒന്ന് രണ്ട് അർത്ഥങ്ങളുണ്ടെങ്കിലും എൻ്റെ ചിന്തയ്ക്ക് ആധാരമായ ചില ആശയങ്ങൾ മാത്രം മുമ്പിൽ കൊണ്ടുവരട്ടെ. വലിയ മർമ്മമാണ്. എന്താണ് നിധി? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധി എന്താ? സങ്കീർത്തനങ്ങളുടെ ഭാഷയെ പറഞ്ഞ ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അതെ, കാൽവരിയുടെ കുലക്കളത്തിൽ നമ്മുടെ കർത്താവ് യേശു നമ്മുടെ പാപത്തെ മോചിപ്പിച്ചില്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിക്ഷേപം. ഗ്ലോറി. രാത്രി അത് കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിക്കോദോമസ് എന്ന് പറയുന്ന മനുഷ്യൻ ന്യായപ്രമാണം അഭ്യസിച്ച വലിയൊരു പള്ളി പ്രമാണിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരാഗ്രഹമായിരുന്നു, ആകാംക്ഷയായിരുന്നു. അദ്ദേഹം സത്യാന്വേഷണിയാണ്. എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നു. എന്താ? എനിക്ക് നിത്യജീവനെ അവകാശമാക്കണം. അതുകൊണ്ട് ആ രാത്രിയാണെങ്കിലും ആവശ്യബോധത്തോടെ നസ്രയന്റെ അടുക്കിലേക്ക് വന്നു പറഞ്ഞു, ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടുന്നത്? അകത്തുക തനിക്കിവിടെയുള്ള സ്ഥാനവും മാനവും തൻ്റെതായ
സകലതും ഉണ്ടായിട്ട് പോലും അതൊന്നുമല്ല നിത്യതയ്ക്ക് പോകുവാനുള്ള സ്തോത്രം ആധാരം. എനിക്ക് നിത്യതയിലേക്ക് പോകുവാൻ ഒറ്റ മാർഗം സ്തോത്രം ഗുരുവിനോട് എന്ന് ചോദിക്കുക, ഗുരു വഴി കാണിച്ചു തരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കത്തില്ലെങ്കിൽ നീ നിത്യ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കത്തില്ല, വീണ്ടും ജനനം പ്രാപിക്കണമെന്നുള്ള മാർമിക സത്യത്തെ നിക്കോദോമസിന് വെളിപ്പെടുത്തി കൊടുത്തു. എന്തേ? അവിടെ പള്ളിയും പള്ളിമണിയും അവിടുത്തെ കൂദാശകളും പൂജകളും കർമ്മങ്ങളും സ്ഥാനവും മാനവും മുഖ്യാസനവും ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇന്ന് രാത്രി നസ്രയന്റെ അടുക്കിലേക്ക് വന്നത്? നസ്രയൻ എന്താ പറഞ്ഞത്? കുറുനരികൾക്ക് മാളവും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. പ്രിയരെ, തലചായ്ക്കാൻ പട്ടുമത്തകൾ പലതും ഉണ്ടായിട്ടും തലചായ്ക്കാൻ ഇടമില്ലാത്ത നസ്രയന്റെ അടുക്കിലേക്ക് നിക്കോദോമസ് വന്നതിന്റെ പിന്നിലെ കാരണം എന്താ? മണ്ണല്ല അവന്റെ ലക്ഷ്യം, നിത്യതയാണ്, നിധിയാണ്, മഹത്വമാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കട്ടെ, മണ്ണിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി, സീറ്റിന് വേണ്ടി, മുൻഗണനയ്ക്ക് വേണ്ടി തമ്മിലടിക്കുന്നവർ ഓർക്കുക, നിധി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നിന്റെ ജീവിതത്തിന് അർത്ഥശൂന്യമായി പോകോ, നീ ഇറങ്ങി തിരിച്ചതിന് അർത്ഥമില്ലാതെയായി പോകോ. നിനക്ക് മാത്രമല്ല, നിന്നെ പിൻപറ്റുന്നവർക്കും നിന്നെ പിൻപറ്റുന്ന തലമുറകൾക്ക് വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. നിലമല്ല, നിധിയാണ് നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ മറ്റൊരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 18-ാമത്തെ വാക്യം ഇപ്പോൾ വായിച്ചു കേൾക്കും, കേട്ടാട്ടെ. ഒന്ന് ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു, യജമാനന്റെ ദ്രവ്യം മറച്ചു വച്ചു. അതേ പുസ്തകം 24-ാം വാക്യം, 25-24. യജമാനനെ നീ വിതയ്ക്കാത്തിടത്തു നിന്നും കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ഭയപ്പെട്ടു ചെന്നു നിന്റെ താലത്ത് നിലത്ത് മറച്ചു വെച്ച്. അവൻ താലന്ത് കൊണ്ട് നിലത്ത് മറച്ചു വെച്ചു. ശ്രദ്ധിക്കണേ, പലരുടെയും കയ്യിൽ നിധി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ നിധി വേണ്ടും വണ്ണം വിനിയോഗിക്കാൻ കഴിയാതെ താലന്ത് കിട്ടിയവൻ, ഒരെണ്ണം കിട്ടിയവൻ കൊണ്ട് കുഴിച്ചു വെച്ചു. ഇന്ന് രാത്രി താലന്ത് അല്ലെങ്കിൽ നിത്യജീവൻ, ആത്മരക്ഷ, ആത്മീക സന്തോഷം, ജീവന്റെ പുസ്തകത്തിലെ പേര് ഏത് വേണേ നിങ്ങൾ താരതമ്യപ്പെടുത്തിക്കോ. ദൈവ വിഷയമായി സമ്പന്നനാകുക, ദൈവ വിഷയമായി കർത്താവ് നമുക്ക് കൃപയാ തന്നിരിക്കുന്ന ചില നിധികളുണ്ട് കേട്ടോ. ആ നിധി ഇവിടെ അന്തസത്ത മനസ്സിലാക്കാൻ കഴിയാതെ കൊണ്ട് കുഴിച്ചിടുന്ന അച്ചാച്ചന്മാർ ഓർക്കുക, നീ കുഴിച്ചിട്ടിട്ട് പോകും. നീ കുഴിച്ചിട്ടിട്ട് പോയത് മറ്റൊരുത്തൻ ആ നിധി കാണും. അവൻ വില മുടക്കി ആ നിലം വാങ്ങിച്ച് ആ നിധി സ്വന്തമാക്കുമ്പോൾ നീ കുഴിച്ചിട്ട നിധി നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണെങ്കിൽ ചിലരെ നോക്കി ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഈ സന്ദേശം കൈമാറട്ടെ. നീ കുഴിച്ചിടാൻ നിൽക്കുന്ന കാലത്തോളം ഓർക്കുക, നീ തിരിച്ചു മാന്തുമ്പോ ഈ കുഴിച്ചിട്ടത് അവിടെ കാണത്തില്ല. ആ നിലം മറ്റൊരുത്തൻ സ്വന്തമാക്കും. എന്തിനേറെ 38 വർഷത്തെ രോഗിയായിരുന്ന ആ പക്ഷപാതക്കാരൻ പറഞ്ഞ അതേ വാക്ക്, കുളം കലക്കുമ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോകാൻ ആരുമില്ല. പ്രിയരെ, പലർക്കും അതാ ചിന്ത. സ്തോത്ര, വിതയ്ക്കാത്തടത്ത് കൊയ്യുന്നവൻ, കഠിന മനുഷ്യൻ, നിനക്ക് സകലതും കഴിയുമല്ലോ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഒരു താലന്ത് കൊണ്ട് കുഴിച്ചിട്ടതുപോലെ ദേഹമനങ്ങാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ള തത്രപ്പാടിലാണ് ഒരു കൂട്ടർ മറുവശത്ത്. കാരണം എന്താ? സ്തോത്ര, കൈയടിക്കുന്ന നിധി, കൈ തന്നിരിക്കുന്ന താലന്ത് വ്യാപാരം ചെയ്യാൻ കഴിയാതെ മടിയന്മാർ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃപ ലഭിച്ച ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്തോത്ര, ദൈവ നിയോഗത്താൽ മനുഷ്യരുടെ ഇഷ്ടത്താൽ ആണെങ്കിൽ പോലും ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായി ശൗൽ രംഗപ്രവേശനം ചെയ്തെങ്കിലും താൻ ദൈവകൃപ വിട്ട് അകന്നു പോയത് കൊണ്ട് ആ സ്ഥാനത്തേക്ക് മറ്റൊരു ദാവീദിനെ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിച്ചതുപോലെ നിനക്ക് തന്നിരിക്കുന്ന താലന്തുകളെ, നിനക്ക് തന്നിരിക്കുന്ന നിധിയെ സൂക്ഷിക്കാൻ കഴിയാതെ നീ കുഴിച്ചിടാനാണ് ഭാവമെങ്കിൽ 2026 ഫെബ്രുവരി മാസം ഈ ദിവസം ഞാനൊരു ആലോചന പങ്കുവയ്ക്കുക. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യലെ, മറ്റാരോടുമല്ല, ഇത് കേട്ടോണ്ടിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിനക്ക് തന്ന താലന്ത് നീ ഉപയോഗിക്കുന്നുണ്ടോ? നിനക്ക് തന്ന നിധി നീ സൂക്ഷിച്ചിട്ടുണ്ടോ? നീ നഷ്ടപ്പെടുത്തി കളഞ്ഞോ? അതോ നീ കുഴിച്ചിട്ടോ? ഓർക്കുക,
ഒരുപാട് പേർ ആ നിധി അന്വേഷിക്കുന്നു, അത് കണ്ടെത്തുകയും ചെയ്യും. അർഹതപ്പെട്ടവർ, ആമേൻ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, സ്വന്തമായുള്ളവർ എന്നെ കൈക്കൊണ്ടില്ല, ആമേൻ, പക്ഷേ എന്നെ കൈക്കൊണ്ട് എന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ഞാൻ അധികാരം കൊടുക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ വചനം പോലെ. മാൻ, നിധി കിട്ടിയവർ പലരും അത് തള്ളിക്കളഞ്ഞു. കുഴിച്ചിട്ടതിന് സമമാട്ടോ. നിധിയെക്കുറിച്ച് ഒരു അറിവില്ലെങ്കിലും ആ നിധി കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരും നമ്മുടെ പരിസരത്തുണ്ട്. ഞാനിങ്ങനെ ആ ചിത്രീകരണത്തിൽ എൻ്റെ ഒരു ആശയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അങ്ങനെ ആയിരിക്കാം ആ മനുഷ്യൻ ആ നിധി കണ്ടെത്തിയത്. ഈ നിധി എവിടെ നിന്നാണ് വന്നേ? ആരെങ്കിലും കുഴിച്ചിടാതെ നിധി വരത്തില്ലല്ലോ. എൻ്റെ ആശയത്തെ ഞാൻ പറയാം. തലേ ദിവസം വരെ ഒരുത്തൻ്റെ നിധി ദൈവം കൊടുത്തു. നിധി കൊടുത്തപ്പോൾ അവനത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ വയ്യ. അവൻ ചെന്ന് മണ്ണിനടി കുഴിച്ചിട്ടു. മത്തായി 25, 18, 24 വാക്യപ്രകാരം അവൻ കുഴിച്ചിട്ടിട്ട് പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ കുഴി മാന്തിയപ്പോൾ കാണുന്നില്ല. ഇന്ന് പലരും കുഴിമാന്തിയും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ ഓർക്കുക, നീ പിന്നീട് മാന്താൻ പോകുമ്പോൾ ഒന്നും കാണത്തില്ല. കാരണം എന്താ? വചനത്തിൻ്റെ തെളിവ് ഞാൻ തരാം. വിശുദ്ധമായി നമുക്ക് ധ്യാനിക്കാം ഇന്ന് രാത്രി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 45, 46 വാക്യം ഇപ്പോൾ ഒന്ന് വായിച്ചു കേൾക്കും. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 45, 46 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു. എന്ന് ഹൃദയത്തിൽ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ വാക്യമുണ്ട്, ചിലർ പറയുന്നത് പോലെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നില്ല. ആ ചിലരുണ്ടല്ലോ ആത്മീയ ഗോളത്തിൽ നമുക്കിവിടെ തിന്നും കുടിച്ചും വീടും പണിതും സ്ഥാനങ്ങൾ പിടിച്ചും സീറ്റിന് വേണ്ടി അടിയുണ്ടാക്കിയും എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ നിന്ന് കൊഴുത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെയൊക്കെ വിചാരം അങ്ങോട്ട് പോകണമെന്നുള്ള ഉദ്ദേശമാണോ എന്ന് സംശയം കൊണ്ട് ഞാൻ പറയുക. അവർ പറയുന്ന വാക്ക യജമാനൻ വരാ ഇനിയും താമസിക്കും. അടുത്തത്, ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നും കുടിച്ചും മദ്യപിപ്പാനും തുടങ്ങിയ. ശ്രദ്ധിക്കണേ, ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലാൻ തുടങ്ങി. അതിനുശേഷം തിന്ന് കുടിച്ചും മതിക്കാൻ തുടങ്ങി. ആരാ ഈ പാർട്ടികളെന്നറിയാമോ? നിധി കണ്ടെത്തിയ ആൾക്കാരാ, യജമാനനാക്കി വെച്ചിട്ട് പോയ ആൾക്കാരാ, ആ നിലത്ത് കിടന്ന് കളിക്കുന്ന ആൾക്കാരാ. ഇപ്പൊ തമ്മി തല്ലാനേ ഉള്ള സമയം. ഞാൻ ആ പേരുകളൊന്നും വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിധി കണ്ടെത്താൻ കൃപ ലഭിച്ചവര് ആ നിധി കണ്ടെത്തി നിത്യതയിലേക്ക് എത്തുമ്പോൾ ഇവിടെ കിടന്ന് തമ്മി തല്ലുന്നവരുടെ നിധി നഷ്ടപ്പെടും. പ്രിയരേ, മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ ആ ബുദ്ധിയില്ലാത്ത കന്യകമാർക്ക് പറ്റിയതുപോലെ അവസാനം എണ്ണ തപ്പി നടക്കുന്നു. എണ്ണ കിട്ടിയോ? ഇല്ല, വാതിലടച്ചു. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ലെന്ന് പറഞ്ഞതുപോലെ നീ സമയത്ത് നിധി തപ്പാൻ പോയാൽ കിട്ടത്തില്ല. കാരണം നിധി വ്യാപാരം ചെയ്യാനോ താലന്ത് വ്യാപാരം ചെയ്യാനോ നിധി കണ്ടെത്താൻ എവിടെ നേരം? സഹപ്രവർത്തകർക്കിട്ട് തല്ലല്. ആമേൻ. രക്ഷിക്കപ്പെട്ടവനെന്ന പേരും ജീവിതം ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ആ വാക്യം വളരെ വ്യക്തമാണ്. ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലാൻ തുടങ്ങി. തമ്മി തല്ലുന്നവരെ ഈ വാക്യത്തോട് ഞാൻ ചേർത്ത് നിർത്തി പറയാ, നീ ഇവിടെ തമ്മി തല്ലിയൊക്കെ നിന്നോ. നീ തല്ലുമ്പോ നിന്റെ മക്കളും അത് കണ്ട് പഠിക്കും. ദൈവസഭയ്ക്കകത്ത് തമ്മി തല്ലുന്നവർ ഓർക്കുക, ദൈവകോപം വിളിച്ചു വരുത്തരുത്. ശാപമാണ്. ദൈവം ന്യായം വിധിക്കട്ടെ. ശൗലിനെ കൊല്ലുവാൻ ദാവീദിന് അവസരം കിട്ടിയിട്ടും ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം മാത്രം മുറിച്ചു മാറ്റി ദാവീദ്, അതുപോലെ ദാവീദിന് കുറ്റബോധമായി മാറിയെന്നാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഓർക്കുക, ദൈവസഭയ്ക്കകത്ത് തമ്മിത്തല്ല് നടക്കുമ്പോൾ ഈ തമ്മിത്തല്ലിന്റെ പിന്നിൽ രഹസ്യം എന്താ? അവർ നിലം കണ്ടു വന്നവരാ. നിലത്താരെങ്കിലും കൈവച്ചാൽ അവർ ഇടപെടും. നിലത്താരെങ്കിലും കയറിയിരുന്ന ഇടപെടും. ആമേൻ. അതിര് തർക്കം പറയും, സംഘടനയുടെ പേര് പറയും, വേർതിരിക്കും, ജാതി പറയും, തൊട്ടാത്തിണ്ടല്. ചേടാ, രക്ഷിക്കപ്പെട്ടവന് യോജിക്കാത്ത പല പരിപാടികളും ഇന്ന് ദൈവസഭയ്ക്കകത്ത് കടന്നതുകൊണ്ട് ഞാൻ പറയുന്നു, നീതി കണ്ടവരാണോ നിലം കണ്ടവരാണോ? ഈ നിലമല്ല നമ്മുടെ ലക്ഷ്യം. ഇന്ന് കാണുന്ന സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും സ്ഥാനങ്ങളും എല്ലാം ഒഴിഞ്ഞു പോകും. ബൈബിൾ വ്യക്തമാക്കുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം ചെയ്യുന്നവരാണെങ്കിൽ നാം നീതി കണ്ടിറങ്ങി തിരിച്ചവരാ. അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. ആമേൻ. ആ കുഴിച്ചിട്ട പാർട്ടിയില്ലേ, ആ കുഴിച്ചിട്ട പാർട്ടിയുടെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞേ. അവൻ കുഴിച്ചിട്ടിട്ട് തമ്മിൽ തല്ലാൻ പോയി.
ബാല്യക്കാരെയും ബാല്യക്കാരത്തെ ഉപയോഗിച്ച് തിന്നു കുടിച്ച് ആർമാദിക്കാൻ തുടങ്ങി. അതെ, 21 അധ്യായം 34 വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 21 34 വാക്യം വീണ്ടും വായിക്കുന്നു. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ആരോടാന്ന് പറയുമ്പോൾ കുഴിച്ചിട്ടവരോടാ ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. നിധി കിട്ടിയെങ്കിൽ ആ നിധി, ആ താലന്ത്, ആ നന്മ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിനക്കുമുള്ളതാണ്. ഈ ആത്മീയ സന്തോഷം കൃപയാൽ കർത്താവ് നമുക്ക് നല്ലതാ പ്രിയരെ. അതുകൊണ്ടല്ലേ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിലം അവൻ സ്വന്തമാക്കിയത്. ചോദിക്കാം, ബഹുമാനപ്പെട്ട സഹോദര, ഈ നിലം ആകപ്പാടെ എൻ്റെ ഒരു ഊഹം പറയാം. എനിക്ക് ആ നിലം എത്ര സെന്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ആരും ചോദിച്ചു വന്നേക്കരുത്. ഉദാഹരണം, ഒരു ഏക്കറാണെന്ന് ഉദ്ദേശിക്കുക. ഞാൻ ആ ചിത്രീകരണ ഭാഷയിൽ ഇങ്ങനെ പറയാം. 100 ഏക്കറിലധികം ആസ്തിയുള്ളൊരു മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും വന്ന് കൊടുത്തേക്കുന്നത്. തനിക്കുള്ള 100 ഏക്കറിലധികമുള്ള സ്ഥലം മുഴുവനും വിറ്റിട്ട് ഈ 1 ഏക്കർ അവൻ മേടിച്ചു. ആൾക്കാർ പറയുമായിരിക്കാം, നീ എന്തൊരു ബുദ്ധിശൂന്യനാ, നിനക്കുള്ളതൊക്കെ വിറ്റിട്ട് ഈ 1 സെന്റ് മേടിച്ച് ഇതിനകത്ത് ഒതുക്കാൻ നീ മണ്ടനല്ലേ എന്ന് പറയും. സത്യമല്ലേ സഹോദരന്മാരെ? നമുക്കെന്താ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഈ മാർഗത്തിലേക്ക് വന്നേ? എനിക്കറിയാം, ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും 100 വട്ടം ഞാൻ ഈ പറയുന്ന കാര്യം ചിന്തിക്കുന്നുണ്ട്. എത്രയോ സ്ഥാനവും മാനങ്ങളും കുടുംബത്തിൻ്റെ മഹിമകളും ഇതൊക്കെ കളഞ്ഞിട്ട് ഈ സത്യമാണെന്ന് ഇതറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി യേശുക്രിസ്തു തന്നെ ഏക സത്യ നിത്യ ദൈവമെന്നും മറ്റൊരുത്തന് രക്ഷയില്ലെന്നും ഏക മധ്യസ്ഥൻ യേശുവാണെന്നും, ആമേൻ, ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മർമ്മങ്ങളെ വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ഈ സത്യത്തിൻ്റെ നിധി സ്വന്തമാക്കാൻ വേണ്ടി മാത്രം നമുക്കുള്ളതൊക്കെ വിറ്റിട്ട് വന്നവരല്ലേ നമ്മൾ. ഇനി ഞാൻ ആ പദം ഒഴിച്ചു കൂട്ടി ശകലം കൂടെ ക്ലാരിറ്റി വരുത്താം. വിറ്റു എന്ന് പറയണ്ട, വിട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സകലതും വിട്ടു. ഉദാഹരണം 2 പേരെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, അബ്രഹാം. ദൈവശബ്ദം കേട്ടിറങ്ങി തിരിച്ചു അബ്രഹാം തൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ടു ഇറങ്ങിത്തിരിച്ചു. അവൻ്റെ നോട്ടം മുഴുവനും വായിച്ച വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിലമല്ല, നിധിയായിരുന്നു. എന്നാൽ കൂടെ ഇറങ്ങിത്തിരിച്ച മറ്റൊരുത്തനുണ്ടല്ലോ, അവൻ നീരോട്ടമുള്ള നിലം തേടിപ്പോയവനാണ്. ഇന്ന് രാത്രി 2 കാര്യം ഞാൻ പറയാം. താലന്ത് കൈ കിട്ടിയിട്ടും കൊണ്ട് കുഴിച്ചിട്ട പാർട്ടിയില്ലേ, അവൻ ലോത്തിൻ്റെ സന്തതിയാണ്. ലോത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാ. അവൻ എന്നും നീരോട്ടമാണ് അവൻ്റെ ലക്ഷ്യം. അവൻ ലക്ഷ്യം മുഴുവൻ ഭൗതികമാണ്. അവൻ കൂടാരം മാറ്റിയടിച്ച് അവസാനം അവൻ ബൈബിളിൽ മറ്റാർക്കും കിട്ടാത്ത ഒരു ഓമന പേര് കിട്ടി. ഇന്ന് എങ്ങനെയെങ്കിലും പേരിൻ്റെ അറ്റത്ത് 2 അക്ഷരം കയറി കിട്ടാൻ വേണ്ടി തത്രപ്പാടാണ്. അത് ഇന്നലെ ബയോ കോളേജിൽ പഠിച്ചിറങ്ങിയവനാണെങ്കിലും പെട്ടെന്നൊരു വെളിപാടുണ്ടായവനാണെങ്കിലും പല രീതിയിൽ പലരും ഉണ്ടേ. പഴയ നിയമ പ്രവാചകന്മാരെക്കുറിച്ച് ദൈവവചനം പഠിക്കുമ്പോൾ അവരൊരു പ്രവചനത്തിന് വേണ്ടി ദൈവം ശബ്ദം കൈമാറും, അവർ ജീവനും കൊണ്ട് ഓടിയെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. യോന ഭയന്നോടി. യിരെമ്യാവ് പറഞ്ഞു, നീ എന്നെ നിർബന്ധിക്കുന്നു. കാരണം എന്തെന്നറിയാമോ? അവരാരും ഇഷ്ടപ്പെട്ട് ഈ വേല തിരഞ്ഞെടുത്തവരല്ല. ഒരു പ്രവചനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ AC റൂമല്ല, BMW കാറൊന്നുമല്ല കാത്തിരിക്കുന്നേ. പ്രവചനം കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോൾ അടി കഴിഞ്ഞാൽ നേരെ പൊട്ടക്കിണറാ. അങ്ങനെയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് പോലും പ്രവാചകനാകാൻ ആഗ്രഹിക്കത്തില്ല. കൂട്ടത്തിൽ ഒരാൾ മാത്രം പറഞ്ഞു, യെശയ്യാ പ്രവാചകൻ, അടിയനെ അയക്കണമേ. എങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രവാചകൻ, പ്രോഫറ്റ് എന്നുള്ള പേര് പഴയ നിയമത്തിലെ ഭക്തന്മാർക്കാർക്കും ആഗ്രഹിച്ച് മേടിച്ചവരല്ല. കാരണം അവർക്ക് മുഴുവൻ ഉപദ്രവവും മരണവുമായിരുന്നു അവരെ കാത്തിരുന്നത്. ഇന്നത്തെ കാലത്ത് എങ്ങനെയെങ്കിലും പ്രവാചകനാകാനുള്ള പരിശ്രമം നടത്തുമ്പോൾ അതിന് കൃപ ലഭിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ സ്വയമേ 2 അക്ഷരം കയറി പിടിക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച് കേൾക്കപ്പെട്ട തിരുവെഴുത്തും ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആശയങ്ങൾ നിങ്ങൾ ചേർത്ത് പഠിക്കണേ. ലോത്തിൻ്റെ പേരിൻ്റെ അറ്റത്ത് ഒരു പേര് കർത്താവ് എഴുതി ചേർത്തു. പുതിയ നിയമത്തിൽ മറ്റൊരു ഭക്തന്മാർക്കും എഴുതി ചേർക്കട്ടില്ലാത്ത പഴയ നിയമ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഒരാളുടെ പേരിൽ ഓമന പേര് എഴുതി, വലഞ്ഞു പോയ നീതിമാൻ. അവിടെ റവറൻ്റ് എന്നോ പാസ്റ്റർ എന്നോ ഇവാഞ്ചലിസ്റ്റ് എന്നോ പ്രോഫറ്റ് എന്നോ അല്ല, ലോത്തിൻ്റെ പേരിൻ്റെ അറ്റത്ത് ദൈവം തമ്പുരാൻ കൊടുത്ത പേര്
വലഞ്ഞു പോയ. പ്രിയരെ, അധികമൊന്നും ചെയ്തില്ലേലും വേണ്ട, എൻ്റെ ദാസനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കാൻ വേണ്ടിയല്ലേ നമ്മൾ സകലതും വിട്ടേച്ചിറങ്ങിത്തിരിച്ചത്. സകലതും വിട്ടേച്ചിറങ്ങിത്തിരിച്ചിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് സകലതും പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഇറങ്ങി തിരിച്ചപ്പോൾ അബ്രഹാം, ഇപ്പൊ ജീവിക്കുന്നത് ലോത്ത് അല്ലേ? പ്രതിക്കൂട്ടിൽ എന്നെയും കൂടെ നിർത്തിക്കൊണ്ട് പറയാം, നമ്മളിൽ ആർക്കും അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് വന്ന് കെണിയിലകപ്പെടും. ലൂക്കോസ് 21:34 വായിച്ചത്, അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്ത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു കയറുമ്പോൾ അവൻ നിധി കണ്ടവനല്ല, അവൻ നിലം കണ്ടവനാ. വേഷം വെള്ള വസ്ത്രം, ലുക്ക് മീശയില്ല, കാതിലും കഴുത്തിലും കമ്മലില്ല, പോട്ടെ, വേഷത്തിൽ കാര്യമില്ല, കയ്യിൽ വിശുദ്ധ ബൈബിളുണ്ട്, ചിലതിൻ്റെയൊക്കെ മുണ്ടിൻ്റെ അടിയിൽ പൈൻ്റ് ഉപ്പിയും വെച്ചോണ്ട് ആരാധനാ കേന്ദ്രങ്ങളിൽ പോകുന്നുണ്ട്. വേഷത്തിൽ, അതുകൊണ്ടാണ് ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്, അവർ ഭക്തിയുടെ വേഷം ധരിക്കുന്നു. അത് ലോത്താണ്. അതായത് നിലം കണ്ടിറങ്ങിയവരാണ്. നിധി കണ്ടവർ അങ്ങനെ ആകത്തില്ല. ഞാൻ വിഷയം വിടുന്നു. 2, നോഹയുടെ ചരിത്രം പഠിക്കുമ്പോൾ തനിക്കുള്ളതൊക്കെയും വിട്ടേച്ച് ഒരു പെട്ടകത്തിനകത്ത് ഒതുങ്ങിക്കൂടുവാൻ ആ ദൈവഭക്തൻ തയ്യാറായി. ഈ നിലം വാങ്ങിച്ച മനുഷ്യനെ ചേർത്ത് നിർത്തി പറയാം, സകല മനുഷ്യരും നോഹയുടെ കുടുംബക്കാരും മുഴുവനും പറഞ്ഞു കാണും, എടാ നോഹേ, ഈ 3 ആൺമക്കളും അവരെ കെട്ടിച്ച ആ മരുമക്കളും നിന്റെ ഭാര്യയും നിന്റെ വാക്ക് കേട്ട് നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. പക്ഷെ നീ അവരെ വഴിയാധാരമാക്കരുത്. തട്ടിക്കൂട്ടിയ ഒരു പെട്ടകത്തിനകത്ത് നീ ഒതുങ്ങിക്കൂടുമ്പോൾ അവർക്ക് നാളെ കുഞ്ഞുങ്ങളുണ്ടാകും, അവരെവിടെ പാർക്കും, അവരുടെ ഭാവി എന്താകും, ഇതെല്ലാം ഓർത്തോണ്ടാണോ നീ എവിടെന്നോ ഒരു അരുളപ്പാട് കിട്ടി എന്നുള്ള വാക്കും കേട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മഴ പെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ട് നീ പെട്ടകത്തിനകത്ത് കുടിയേറുന്നത്? നിനക്കുള്ളതെല്ലാം വിട്ടേച്ച് നീ പോകല്ലേ, ആ പെട്ടകം വിട്ട് പുറത്തു വാ എന്ന് ഒരുപക്ഷെ ആ കാലത്തെ വക്രതയുള്ള തലമുറ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോഴും നോഹയ്ക്ക് പറയാനുള്ള മറുപടിയുണ്ട്, അബ്രഹാമിനും പറയാൻ മറുപടിയുണ്ട്. എന്താ? അബ്രഹാമിൻ്റെ ഭാഗത്ത് ഒന്ന് ചിന്തിച്ചാൽ ഇറങ്ങി തിരിച്ച കാലത്ത് ആൾക്കാർ പറഞ്ഞു കാണും, മക്കളും ഇല്ല, സമയത്ത് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിൽ കൂടെ എങ്കിലും കുഞ്ഞിനെ കിട്ടിയേനെ. ശബ്ദമാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് കുഞ്ഞുങ്ങളുമായില്ല. കയറിക്കിടക്കാനുണ്ടായിരുന്ന വീടും കൂടും എല്ലാം കളഞ്ഞിട്ട് വന്നു. ഇപ്പം കൂടാരമടിച്ച് മരുഭൂമിയിൽ മാറി മാറി കൂടാരമടിച്ച് വാടക വീട് പോലെ പൊയ്ക്കൊണ്ടിരിക്കുക. നിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ചെറുക്കൻ മിടുക്കനാ, അവൻ്റെ ആ നീരോട്ടമുള്ള സ്ഥലമൊക്കെ കണ്ടെത്തി വീടൊക്കെ വെച്ചു, അവൻ രക്ഷപ്പെട്ടു. പക്ഷെ നിനക്ക് ഒന്നും ആയിട്ടില്ല. അപ്പോഴും അബ്രഹാമിന് ഒരു കാര്യം അറിയാം, ഞാൻ നിലം കണ്ടവനല്ല, നിധി കണ്ടവനാണ്. എന്നെ ഒരിക്കലും എൻ്റെ ദൈവം കൈവിടത്തില്ലെന്നുള്ള ഉറപ്പുണ്ട്. നോഹയ്ക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് എൻ്റെ ബന്ധുക്കളും എൻ്റെ ചാർച്ചക്കാരും അടങ്ങുന്ന ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ നിലം കെട്ടിപ്പിടിച്ച് ഞാനിരുന്നാൽ നാളുകൾ കഴിയുന്നതിന് മുമ്പേ ദൈവം എന്നോട് പറഞ്ഞ അരുളപ്പാടനുസരിച്ച് മഴ പെയ്യും, ഈ ഭൂമി